നമസ്കാരം. നാം ഉറങ്ങുമ്പോൾ നാം അറിയാതെ തന്നെ ചില കാര്യങ്ങൾ ചുറ്റിലും നടക്കുന്നതാണ്. ഇതിന് ഉദാഹരണമാണ് ബ്രാഹ്മമുഹൂർത്തത്തിൽ ചിലർ അറിയാതെ തന്നെ ഉണരുന്നത്. നാം ഉറങ്ങുമ്പോൾ നമ്മളിലെ ദൈവികാംശമായ ആത്മാവ് ഉണരുന്നതാകുന്നു. ഇതിനാൽ നാം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഇതിനെ സഹായിക്കുന്നതായ ചില വസ്തുക്കൾ നാം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം വന്ന് ചേരുകയും ചെയ്യും. അത്തരത്തിൽ ചില വസ്തുക്കൾ തലയണയ്ക്കടിയിൽ വയ്ക്കുന്നതിലൂടെ പെട്ടെന്ന് ഫലം ലഭിക്കുകയും ജീവിതം മാറ്റിമറിക്കുവാൻ സഹായകരമാകുന്നു. ഇവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏതെല്ലാം വസ്തുക്കൾ ഇപ്രകാരം വയ്ക്കുന്നത് ശുഭകരമാണ്, അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നാരങ്ങ 3 ദിവസം നിങ്ങൾ ഇപ്രകാരം ചെയ്യണം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മാത്രം ഒരു ചെറുനാരങ്ങ വയ്ക്കുക. അല്ലാത്ത സമയം മാറ്റി സൂക്ഷിക്കേണ്ടതുമാകുന്നു. വരയോ കറുത്ത കുത്തുകളോ ഈ ചെറുനാരങ്ങയിൽ പാടുള്ളതല്ല. 3-ാമത്തെ ദിവസം ജലത്തിൽ ഒഴുക്കി കളയേണ്ടതാകുന്നു. ദുസ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും. ദൃഷ്ടിദോഷം എന്നേക്കുമായി ഒഴിയും. മനസമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ സഹായകരമാണ്. ചൊവ്വ അല്ലെങ്കിൽ ഞായറാഴ്ച 3-ാമത്തെ ദിവസം വരുന്ന വിധം നിങ്ങൾ ചെയ്യുക. വെള്ളി നാണയം, പണമല്ല ഉദ്ദേശിക്കുന്നത്, വെള്ളിയുടെ ചെറിയ നാണയം തന്നെ വയ്ക്കേണ്ടതാകുന്നു. 1 മാസം വരെയാണ് വയ്ക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. ഉറങ്ങുമ്പോൾ മാത്രമാണ് വയ്ക്കേണ്ടത്, അല്ലാത്ത സമയം മാറ്റി വയ്ക്കണം എന്ന കാര്യം ഓർക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സമ്പത്ത് ആകർഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഒരു പരിധിവരെ കടന്നു വരാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക. 1 മാസത്തിന് ശേഷം വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അതിനാൽ തന്നെ തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഉയർച്ച നൽകുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്നത് ഏലക്കയുമായി ബന്ധപ്പെട്ട കാര്യമാകുന്നു. 3 ഏലക്ക അത് പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുന്നതിലൂടെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുക. ഏലക്കയ്ക്ക് വളരെ പ്രത്യേകമായ കഴിവുകൾ തന്നെയാണ് ഉള്ളത്. അതിനാൽ ധനപരമായ നേട്ടങ്ങൾക്ക് വളരെ സഹായകരമാണ് ഇപ്രകാരം നാം ചെയ്യുന്നത്. എന്നാൽ ഇപ്രകാരം ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസമാണ് അനിവാര്യം. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഫലം ലഭിക്കൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗ്രാമ്പു നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ പ്രത്യേകമായ കഴിവാണ് ഗ്രാമ്പുവിനുള്ളത്. എന്നാൽ ഗ്രാമ്പു വയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 3, 5, 7 എന്നീ സംഖ്യകളിൽ തന്നെ സൂക്ഷിക്കണം. ഈ പരാമർശിച്ചിരിക്കുന്ന സംഖ്യയിൽ ഒരു സംഖ്യയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ മാത്രമാണ് പെട്ടെന്നുള്ള മാറ്റം, അനുകൂലമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. പ്രധാനമായും 3 ദിവസമാണ് ഇപ്രകാരം വയ്ക്കേണ്ടത്. അതിനുശേഷം ഒഴുക്കി കളയാവുന്നതുമാണ്. ഇതിലൂടെ നെഗറ്റീവായ ഊർജങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും അത് നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് മഞ്ഞളാകുന്നു. മഞ്ഞളിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൊണ്ടുവരുവാനും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാനും ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കാനും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുനാശം സംഭവിക്കാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. എന്നാൽ ഉറങ്ങുമ്പോൾ മാത്രമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക. അല്ലാത്ത സമയങ്ങളിൽ മാറ്റി വയ്ക്കേണ്ടതാകുന്നു. 3 ദിവസമാണ് ഇപ്രകാരം വയ്ക്കേണ്ടത്. ശേഷം നിങ്ങൾക്ക് ഒഴുക്കി കളയാവുന്നതാണ്. അതാണ് ഏറ്റവും ശുഭകരമായ കാര്യം. ഇനി പരാമർശിക്കാൻ പോകുന്നത് ജാതിക്കയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജാതിക്കയുടെ കുരു തടസ്സങ്ങൾ ഒഴിയുവാൻ ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ അത് ക്രമാതീതമായി കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും.
അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളിലെ തടസ്സങ്ങൾ അത് ഒഴിഞ്ഞ് സൗഭാഗ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളോ സംഭവിക്കാവുന്നതുമാണ്. എന്നാൽ 3 ദിവസമാണ് ഇപ്രകാരം വയ്ക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. അതിനുശേഷം ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി കളയാവുന്നതുമാണ്. ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. പൂർണ്ണമായ വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ഫലം ലഭിക്കൂ എന്ന കാര്യവും ഓർക്കുക. കല്ലുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു വസ്തുവാണ് കല്ലുപ്പ്. നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കി വീടുകളിൽ പോസിറ്റീവായ ഊർജം കൊണ്ടുവരുവാൻ പ്രത്യേകമായ കഴിവ് തന്നെയാണ് കല്ലുപ്പിനുള്ളത്. എന്നാൽ കല്ലുപ്പ് വയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചുവന്ന അല്ലെങ്കിൽ മഞ്ഞപ്പട്ടിൽ ഒരു പിടി കല്ലുപ്പാണ് വയ്ക്കേണ്ടത്. ഇപ്രകാരം വയ്ക്കുന്നതിലൂടെ ആരോഗ്യപരമായ ഉയർച്ച, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു പരിധിവരെ മോചനം, കണ്ണേറ് ജീവിതത്തിൽ നിന്നും ഒഴിയുക, തടസ്സങ്ങൾ ഒഴിയുക എന്നിവയ്ക്ക് ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം വയ്ക്കുന്നത്. 7 ദിവസം വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ശേഷം ജലത്തിൽ അലിയിച്ച് കളയുക. എന്നാൽ വീടിന്റെ പുറത്താണ് ഇപ്രകാരം ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. വീടിന്റെ ഉള്ളിൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല. മറ്റൊന്ന് ചന്ദനമാണ്. ചന്ദനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ചന്ദനമാണ് നിങ്ങൾ വയ്ക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും തേടിയെത്തും. മറ്റുള്ളവരുടെ ഇടയിൽ സ്വീകാര്യത, ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ വന്നു ചേരുവാൻ സഹായകരമാണ് ഇപ്രകാരം വയ്ക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. ഒരു ചെറിയ പീസ് വച്ചാൽ മതി എന്നതാണ് വാസ്തവം. എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. എന്നാൽ ഉറങ്ങുമ്പോൾ മാത്രമേ വയ്ക്കാൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് സൗഭാഗ്യം അഥവാ ഉയർച്ച കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. ചില വസ്തുക്കൾ ഒരുമിച്ച് വയ്ക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യമായി വേണ്ടത് കല്ലുപ്പാണ്. ഒരു പിടി കല്ലുപ്പ്, അതോടൊപ്പം ഏലക്ക, 3 ഏലക്കയാണ് ആവശ്യമായിട്ടുള്ളത്. അതോടൊപ്പം ഗ്രാമ്പു, 5 ഗ്രാമ്പു എടുക്കുക. ഇവ 3ഉം കൂടി ഒരുമിച്ച് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുകയാണ് എങ്കിൽ നെഗറ്റീവായ ഊർജങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രീതിയെക്കുറിച്ച് പരാമർശമുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതായ ഒരു കാര്യമാകുന്നു. ഇതെപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ബേ ലീഫാണ് അഥവാ വഴനയിലയാണ് ആവശ്യമായിട്ടുള്ളത്. അത് 8 എണ്ണം എടുക്കുക. സമൃദ്ധിക്ക് ഏറ്റവും ശുഭകരമാണ്. മറ്റൊന്ന് 3 വെളുത്തുള്ളിയാണ്. തടസ്സങ്ങൾ ഒഴിയുവാൻ വളരെ ശുഭകരമാകുന്നു. ഇനി ആവശ്യമായിട്ടുള്ളത് കറുവപ്പട്ടയാണ് അഥവാ സിനമൺ സ്റ്റിക്ക്. 1 ആവശ്യമായിട്ടുള്ളത്, അതായത് 1 എണ്ണം എടുക്കുക. മറ്റൊന്ന് ഒരു കോയിൻ ആകുന്നു. ഇവ എല്ലാം കൂടി ചില്ല് ഗ്ലാസിൽ വയ്ക്കുക. അത് ബെഡ്റൂമിലെ കട്ടിലിന് താഴെ തന്നെ ചില്ല് ഗ്ലാസിൽ തന്നെ വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഫലം വന്നു ചേരും. ചില്ല് ഗ്ലാസ് അല്ലെങ്കിൽ ചില്ല് ബൗളിലും വയ്ക്കാവുന്നതുമാണ്. 41 ദിവസം തന്നെ വയ്ക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശേഷം ആരും ചവിട്ടാത്ത ഇടത്ത് ഉപേക്ഷിക്കുക. എന്നാൽ ഇപ്രകാരം വയ്ക്കുമ്പോൾ ഈ പരാമർശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പോലും പുറത്തു നിന്നുള്ളവർ ഈ കാര്യങ്ങൾ കാണാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. കാണുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച ഫലം ലഭിക്കില്ല എന്ന കാര്യം തീർച്ചയാകുന്നു. അതിനാൽ ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു.